ഹായ് ഹലോ. നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ മടി പിടിച്ചു പോയി. ഇന്നത്തേതൊരു നമ്മൾ നെസ്റ്റോ പോയ വീഡിയോ ആണ്. നെസ്റ്റോയിൽ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. സത്യം പറഞ്ഞാൽ നെസ്റ്റോ നമുക്ക് തൊട്ടടുത്താ, പക്ഷേ റോട്ടിലൊക്കെ വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റണില്ല. എല്ലാ റോട്ടിലും വെള്ളം ബ്ലോക്കാണ്. നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞിട്ടാണ് ലാസ്റ്റ് നെസ്റ്റോയിലേക്ക് എത്തിയത്. നല്ല മഴയല്ലേ, അപ്പോൾ റോഡൊക്കെ ബ്ലോക്കാണ്. ചെന്നപാട് നമ്മൾ എന്ത് ചെയ്തു, ട്രോളി എടുക്കണമല്ലോ, സാധനങ്ങൾ എടുത്തിട്ടുണ്ടേ. പിന്നെ ടിഷ്യൂ ബോക്സ് ആവശ്യമാണല്ലോ. ഇവിടെ ടിഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ ചിലവ്. ഈ ബിസ്ക്കറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഈ പുളിയുടെ ഒരു ജ്യൂസ് പോലത്തെ ഐറ്റം കൊള്ളാം. പിന്നെ ഞങ്ങൾക്ക് പരിപ്പ്, പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. പരിപ്പ്, ചെറുപയറാണ് ഞാൻ എടുത്തത്. പരിപ്പ് കൊടുത്തു, അത്ര തന്നെ. ഞാൻ എല്ലാ വീഡിയോയും ഷോർട്ടായിട്ടാണ് എടുത്തത്. നിങ്ങൾ മുട്ട നോക്ക്, പല വെറൈറ്റി മുട്ടകൾ, പല വലിപ്പം, പല കളറ്, അങ്ങനത്തെ മുട്ടകൾ. ഞങ്ങളൊരു കാടമുട്ടയും പിന്നെ വലിയൊരു ട്രേ, ആദ്യം ആ മുട്ട എടുത്തു, പക്ഷെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വലിയൊരു ട്രേ എടുത്തു, കാരണം അത്യാവശ്യം കുറച്ച് ദിവസം നിൽക്കണമല്ലോ. ഇതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ ഷുഗർ കട്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയുള്ളൂ. ലഡു കണ്ടോ? പക്ഷേ ഈ ഇവിടുത്തെ ലഡു എനിക്കിഷ്ടമല്ല ടേസ്റ്റ്. നമ്മുടെ നാട്ടിലത്തെ ലഡുവാണ് ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പക്ഷേ ബേക്കറി ഐറ്റംസൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മിച്ചറൊക്കെ ഇല്ലേ, അതൊന്നും നമ്മുടെ നാട്ടിലത്തെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ അതിനില്ല. തേങ്ങയൊക്കെ അതേപോലെ, തേങ്ങയല്ല തോന്നുന്നു, അത് ഇളനീര തോന്നുന്നു, അതിൻ്റെ ഒരു മോഡലിന് വെച്ചതാവും. പിന്നെ നമുക്ക് വെളുത്തുള്ളി വാങ്ങാണ്ടായിരുന്നു. ഇവിടുത്തെ വെളുത്തുള്ളി കുറച്ച് വലിപ്പമുള്ള നാടൻ വെളുത്തുള്ളി വാങ്ങാറില്ല, കാരണം അത് തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ബ്ലൂബെറി ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ കുറച്ച് സവാള എടുത്തു. സവാള പക്ഷെ നല്ലതായിരുന്നില്ല, അതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ മോൾക്ക് കൊടുക്കാൻ ഒരു സ്ട്രോബെറിയുടെ ഒരു ബോക്സ് എടുത്തു. സ്ട്രോബെറിയൊക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അതിൽ. വീഡിയോ എടുത്തപ്പോൾ ക്ലിയർ ആയില്ല തോന്നണം. പിന്നെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടൊരു വാഴയില എടുത്തു. വാഴയിലക്കൊക്കെ നല്ല വിലയാണ്, നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കിട്ടണതല്ലേ അല്ലേ. പിന്നെ ഒരു സാമ്പാർ മിക്സും, ഇവിടെ ഇങ്ങനെ സാമ്പാർ മിക്സും അവിയൽ മിക്സൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും, അപ്പം നമുക്ക് സുഖമാണ് സാമ്പാറൊക്കെ വയ്ക്കാൻ. പിന്നെ നെല്ലിക്ക, പിന്നെ ഇതൊക്കെ ഉള്ളി, സവാളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒക്കെ എളുപ്പമാണ് ഇവിടെ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് കാരണം കൂടുതൽ പേരും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് സുഖമാണ്. ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കണ്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങി. കാരണം ഇൻസ്റ്റയിൽ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഒരു ചിപ്സിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വിചാരിച്ചു അതുണ്ടാക്കാൻ വിചാരിച്ചു. ഇത് മിച്ചർ മിഠായി എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ വാങ്ങിയില്ല. ഞാൻ ഡയറ്റില്ല, അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങി കൊടുത്തു വെച്ചാൽ ഞാൻ എന്തായാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ഹെൽത്തി ആയിട്ട് നട്ട്സൊക്കെ വാങ്ങാൻ വിചാരിച്ചു. നട്ട്സിൽ തന്നെ കുറേ വെറൈറ്റി നട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കാത്ത ടൈപ്പൊക്കെ. ഞങ്ങൾ പിന്നെ പരീക്ഷണത്തിനൊന്നും നിന്നില്ല. എല്ലാ പ്രാവശ്യം വാങ്ങുന്ന നട്ട്സ് തന്നെ വാങ്ങിയുള്ളൂ. പിസ്ത, ബദാം, ആ ഐറ്റംസ് തന്നെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സൺഫ്ലവർ സീഡൊക്കെ അല്ല, പംകിൻ സീഡ്, ബദാം, അതൊക്കെ വാങ്ങി. പിന്നെ ഇത് റോസ്റ്റഡ് കാഷ്യൂ കേട്ടോ. പിന്നെ ആപ്പിൾ. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല ഫ്രഷ് ഐറ്റം കിട്ടും കേട്ടോ. ആപ്പിളൊക്കെ നോക്കൂ, നല്ല കണ്ടതിന് നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ തോന്നുന്ന ടൈപ്പ് ആപ്പിൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു വലുത്. പിന്നെ എനിക്ക് മോൾക്ക് പേരയ്ക്ക നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ പേരയ്ക്കയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയത് ഭയങ്കര വലിപ്പമുള്ള പേരയ്ക്ക. അതുകൊണ്ട് അതിൽ നിന്ന് 2 എടുത്തുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വാങ്ങുന്ന ഐറ്റംസൊക്കെ ആദ്യം നമ്മൾ ബില്ല് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ടാഗ് ഒട്ടിക്കാൻ കൊണ്ടുപോയി കൊടുത്തു. നെല്ലിക്ക പിന്നെ മുടി കൊഴിക്കുന്നതിന് നല്ലതാണ് നെല്ലിക്ക. ഞാൻ പറയും മിച്ചറൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ, കാരണം നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് ഇവിടുത്തെ ബേക്കറിക്ക് ഇല്ല. ഞാൻ 1-2 വട്ടം കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ അത്ര ടേസ്റ്റ് തോന്നിയില്ല. നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് വാങ്ങിയത്. പിന്നെ കേട് ഇവിടെ മസ്റ്റാണ്, എപ്പോൾ പോയാലും കേട് വാങ്ങും. പിന്നെ ഫിഷ് വാങ്ങാൻ പോയി, ഫ്രൈഡേ അല്ലേ, അപ്പോൾ നമുക്ക് ഫിഷൊക്കെ വാങ്ങി കറി വെച്ച് വെക്കാമല്ലോ. ഞങ്ങളിത് ഈ ഫിഷാണ് വാങ്ങിയത്. ഇത് കേദർ എന്ന് പറയും. നാട്ടിൽ നിന്ന് ഞാനിത് കഴിച്ചിട്ടില്ല, നാട്ടിലുണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബില്ല് കൊടുത്താൽ അവിടെ നിന്ന് തരിക ചെയ്യുക നമുക്ക് ഫിഷ്. പിന്നെ അവരവിടെ ക്ലീൻ ചെയ്യുന്നൊക്കെ കണ്ട് ഞാൻ. പിന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാനാണ്ട് പോയത്. വാട്ടർ ബോട്ടിൽ ഞാൻ കുറേ വിചാരിക്കുന്നു, ഒരു
സ്റ്റാൻലിയുടെ ബോട്ടിൽ വാങ്ങണം. പക്ഷേ അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഒന്നുമില്ല. ഞാൻ നോക്കിയ ബോട്ടിലൊക്കെ ഒന്നുകിൽ സ്ട്രോ ഉണ്ടാവില്ല, സ്ട്രോ ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ അത് പൊട്ടിയിട്ടുണ്ടാവും. അതൊക്കെ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാത്തതുകൊണ്ടായിരിക്കും. ഞാൻ എന്നിട്ട് ഏകദേശം ഞാനെടുത്ത ബോട്ടിലിന് സത്യം പറഞ്ഞാൽ സ്ട്രോ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ടൊരു പൊട്ടിയ ബോട്ടിലിൻ്റെ സ്ട്രോ അതിൽ വെച്ചിട്ട് ആ ബോട്ടിലെടുത്തിട്ട് പോന്നു. പിന്നെ നമ്മൾ എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയ പേപ്പർ. ഈ ബോട്ടിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. പണ്ട് സ്കൂളിലൊക്കെ കുട്ടികൾ ഇങ്ങനത്തെ ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, പക്ഷേ കുട്ടികൾ കൊണ്ടുവരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഐസ് ട്രേ വാങ്ങി. ആദ്യം വിചാരിച്ചു ആ റബ്ബറിൻ്റെ വാങ്ങാമെന്ന്, പിന്നെ റബ്ബറിൻ്റെ വാങ്ങിയില്ല. പിന്നെ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഐസ് ട്രേ വാങ്ങി. പെർഫ്യൂമൊന്നും വാങ്ങിയില്ല. ഈ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് നാട്ടിൽ കിട്ടില്ലേ, എൻ്റെ ഫേവറേറ്റാണ്. അത് വാങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ല, ഡയറ്റിലായതുകൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ നോക്കുകയേ ചെയ്തില്ല. ഈ ചോക്ലേറ്റും സാധാരണ ഞാൻ എപ്പോൾ പോയാലും ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങും, പക്ഷെ ഞാൻ നോക്കിയില്ല. പിന്നെ എനിക്ക് മ്യൂസ്ലി വാങ്ങാണ്ടായിരുന്നു. മ്യൂസ്ലി അവിടെ നോക്കിയിട്ട് കാണാനില്ല. ഈ കോൺഫ്ലേക്സും ഈ കൊക്കോ ഇതൊക്കെ തന്നെ കാണുന്നുള്ളൂ, മ്യൂസ്ലി കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അപ്പുറത്തെ ഭാഗം നോക്കി നോക്കുമ്പോൾ അപ്പുറത്തെ ഭാഗം ചോക്ലേറ്റ്, ഇപ്പുറത്തെ ഭാഗം ഈ കോൺഫ്ലേക്സ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ മ്യൂസ്ലി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ ആ കോൺഫ്ലേക്സിൻ്റെ അത് വലിയ പാക്കറ്റാണ്, അത്രയധികം കൊണ്ടുപോയാൽ കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ എടുത്ത് വെച്ചു. അങ്ങനെ ബില്ല് ചെയ്യാൻ പോകുമ്പോഴാണ് മ്യൂസ്ലി കണ്ടത്. അപ്പം ഞാൻ എന്തെങ്കിലും മ്യൂസ്ലി എടുത്തു. പിന്നെ ഇത് ഒരു ഓട്സിൻ്റെ ഒരു ബാറാണ്. കോൺഫ്ലേക്സ് ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ, കാരണം രണ്ടും കൂടെ വേണ്ടല്ലോ. അതവിടെ കൊണ്ടുവച്ചിട്ട് ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് സവാളയുടെ ബില്ല് ചെയ്തിട്ട് ടാഗ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതിന് പോയി. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജും കഴിഞ്ഞു. പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് കാറിൽ വെച്ചു. 12 മണി വരെ അങ്ങനെ ഉള്ളു തോന്നുന്നു നെസ്റ്റോ. പിന്നെ നമ്മളപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു. നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. വേഗം വീട്ടിലേക്ക് പോന്നു, മഴയത്ത് പെടണ്ടല്ലോ വിചാരിച്ചിട്ട്. വലിയൊരു ബില്ലും കിട്ടിയിട്ടോ. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ വലിയൊരു ബില്ല് തീരുന്നില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.